ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഓം ശ്രീ മഹാത്രിപുരസുന്ദരിയൈ നമ. ഹരി ഓം. ശ്രീമൻ ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4-ാമത്തെ അധ്യായം ശക്രാദീകൃത ദേവീ സ്തുതിയാണ്. അതിൽ 10-11 ശ്ലോകങ്ങൾ നേരത്തെ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ദേവി ദുർഘടങ്ങളെ ഇല്ലാതെയാക്കുന്ന അല്ലയോ ദേവി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് ശ്ലോകമായിരുന്നു? 16, 17, 18, 19 ആയിരുന്നു അല്ലേ? പഴയ പുസ്തകത്തിൽ ഒരു ശ്ലോകം കൂടുതലായിട്ടാണ് എഴുതുന്നത്. അപ്പോൾ 16, 17, 18. അപ്പോൾ അവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കള്ളന്മാരുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവം കൊണ്ട് നടക്കാൻ പാടില്ലാത്തടത്ത് വെച്ച് ദേവിയെ സ്മരിച്ചാൽ അവരുടെ ആ ജന്തുക്കളിൽ നിന്നുള്ള ഒക്കെ ഭയത്തെ ദേവി ഇല്ലാതെയാക്കുന്നു. പിന്നെ ഒരു ഫലവും ഇച്ഛിക്കാതെ ദേവിയെ സ്മരിക്കുവാണെങ്കിൽ എന്ത് വരും? അവർക്ക് മോക്ഷം തന്നെയും ദേവി കൊടുത്തെന്ന് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലയോ ദേവി, ദാരിദ്ര്യം മൂലമുണ്ടാകുന്ന ദുഃഖം, ഭയം എന്നിവയും ഇല്ലാതെയാക്കുന്ന അല്ലയോ അമ്മേ, ഭഗവതിയല്ലാതെ മറ്റാരും എല്ലാവർക്കും ഉപകാരത്തെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. മഹിഷാസുര യുദ്ധത്തിൽ ദേവി അസുരന്മാരെ ഹനിച്ചത് ലോകത്തിന് ക്ഷേമമുണ്ടാക്കുവാനായിട്ടാകുന്നു. എന്നും നരകത്തിലേക്ക് നയിക്കാവുന്ന പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന അസുരന്മാർ ഇനി ആ പാപം ചെയ്യരുത് എന്നായിരുന്നു ദേവി യുദ്ധത്തിൽ മരിച്ചാൽ അവർക്ക് സ്വർഗപ്രാപ്തി ഉണ്ടാകും. അതുകൊണ്ട് അവരുടെ നന്മയെ കരുതി ദേവി എന്ത് ചെയ്തു? അസുരന്മാരെ നശിപ്പിച്ചു. എങ്ങനെ? തൻ്റെ അസ്ത്രശസ്ത്രങ്ങൾ കൊണ്ട്. അതിനാൽ ദേവി അവരെ തൻ്റെ തന്നെ അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ ഉപയോഗിച്ച് ആർദ്രചിത്തയായി സർവ്വലോകർക്കും ഉപകാരത്തെ തന്നെ ചെയ്യുന്നു ദേവി. പിന്നെ അല്ലയോ ദേവി, അവിടുന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ശത്രുക്കളായ എല്ലാ അസുരന്മാരും ഭസ്മമായി പോകുമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ തൻ്റെ ആയുധങ്ങൾ കൊണ്ട് തന്നെ അവരെ കൊല്ലുകയാണ് ചെയ്തത്. എന്തിന്? അവർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അവർ ആ ശുദ്ധ ശരീരികളായി മാറി. ദേവിയുടെ ആയുധം കൊണ്ട് മരിച്ചുകൊണ്ട് ശുദ്ധ ശരീരികളായി മാറി. ഇങ്ങനെ സന്മനസ്സോടുകൂടി തൻ്റെ അഹിതകാരികൾക്ക് പോലും, തൻ്റെ ശത്രുക്കൾക്ക് പോലും നന്മയെ ചെയ്യുന്ന വേറെ ഒരു ദേവി എവിടെയെങ്കിലും ഉണ്ടോ? അല്ലയോ ദേവി, അവിടുന്ന് സൽബുദ്ധിയായി പെരുമാറും. സൽബുദ്ധിയെ സാത്വി എന്ന് പറഞ്ഞില്ലേ? സൽബുദ്ധിയോടുകൂടി പെരുമാറുന്നു എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. ഇനി അതിൻ്റെ അവിടുന്ന് നമുക്കിന്ന് തുടങ്ങാം. ആദ്യം ശ്ലോകങ്ങൾ വായിക്കുക. ഇന്നത്തെ പഴയ പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. പഴയ പുസ്തകമുള്ളവർ നോക്കിയിരിക്കുക. അപ്പോൾ ഇന്നലത്തെ ഭാഗവും കൂടി ഒന്ന് നോക്കിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗം ഒന്ന് വായിച്ചിട്ട് മറ്റേത് വായിക്കാം. ദുർഗേ സ്മൃതാ ഹരസി ഭീതിമശേഷജന്തോഹോ സ്വസ്ഥൈ സ്മൃതാ മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖഭയകാരിണികാ ത്വധന്യ സർവോപകാര്യകരണായ സദാർദ്രചിത്താം യേപീർഹതേർജഗതുപൈതി സുഖം തഥൈതേ കുർവന്തു നാമ നരകായ ചിരായ പാപം സംഗ്രാമമൃത്യുമധിഗമ്യ ദിവം പ്രയാന്തു മത്വേതി നൂനമഹിതാൻ വിനിഹംസി ദേവി ദൃഷ്ടൈവ കിം ന ഭവതി പ്രകരോതി ഭസ്മ സർവാസുരാൻ അരിഷുയത്
പ്രഹിണോഷി ശസ്ത്രം ലോകാൻ പ്രയാന്തുരിപോഭിः ശസ്ത്രഭൂതാः യുദ്ധം മതിർഭവതി തേഷു അഹിതേഷു സാധ്വീ. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്നത്തെ ഭാഗം ഖഡ്ഗപ്രഭാനികരവിസ്ഫുരണൈസ്തതോഗ്രൈः ശൂലാഗ്രകാന്തിനിവഹേന ദൃശോസുരാണാം യന്നാഗതാ വിലയമംശുമതിന്ദുഖണ്ഡയോഗ്യാനനം തവ വിലോകയതാം തദേതത് ദുർവൃത്തവൃത്തശമനം തവ ദേവിശീലം രൂപം തഥൈതവിചിന്യമതുല്യമന്യൈः വീര്യം ജഹന്ദ്രുഹൃതദേവപരാക്രമാണാം വൈരീഷ്വപി പ്രകടിതൈവ ദയാത്വയേത്ഥം കേനോപമാ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതിഹാരികുത്ര ചിത്തേ കൃപാസമരനിഷ്ഠുരതാ ച ദൃഷ്ടാ ത്വയേവ ദേവി വരദേ ഭുവനത്രയേപി. ഇവിടെ ഖഡ്ഗപ്രഭാനികരവിസ്ഫുരണൈः തഥാ ഉഗ്രൈः തഥോഗ്രൈः ശൂലാഗ്രകാന്തിനിവഹേന ദൃശഃ അസുരാണാം യത് ആഗത യന്നാഗത വിലയം അംശുമതി ഇന്ദു ഖണ്ഡയോഗ്യാനനം വിലയമംശുമത് ഇന്ദുഖണ്ഡയോഗ്യാനനം തവ വിലോകയതാം തദേതത് ദുർവൃത്തവൃത്തശമനം തവ ദേവിശീലം രൂപം തഥാ ഏതത് അവിചിന്യം അതുല്യം അന്യൈഃ തഥൈതവിചിന്യമതുല്യമന്യൈഃ തഥാ ഏതത് അവിചിന്യം അതുല്യം അന്യൈഃ തവ രൂപം, അതായത് രൂപം തഥൈതവിചിന്യമതുല്യമന്യൈഃ വീര്യം ച ഹന്ത്രു ഹൃതദേവപരാക്രമാണാം വൈരിഷ്വപി പ്രകടിതഃ ഏവ പ്രകടിതൈവ ദയാ ത്വയേത്ഥം കേനോപമാ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതിഹാരികുത്ര ചിത്തേ കൃപാ സമരനിഷ്ഠുരതാ ച ദൃഷ്ടാ ത്വയേവ ദേവി വരദേ ഭുവനത്രയേപി. ഭുവനത്രയഃ അപി ഭുവനത്രയേപി ത്വയേവ. ഇത്രയേ ഉള്ളൂ പഴയ പുസ്തകത്തിൽ. ഇനി പുതിയ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഓരോ ശ്ലോകം എടുത്തിട്ട് അർത്ഥം നോക്കാം. ആദ്യത്തെ ശ്ലോകം ഖഡ്ഗപ്രഭാനികരവിസ്ഫുരണൈസ്തതോഗ്രൈഃ. ഖഡ്ഗപ്രഭ, ഖഡ്ഗം വാള്, പ്രഭ ശോഭ, നികരവിസ്ഫുരണം, അതായത് ആ ശോഭയുടെ നികരം കൊണ്ട്, നികരം സമൂഹം, വിസ്ഫുരണൈഃ തഥാ ഉഗ്രൈഃ ഉഗ്രങ്ങളായ സ്ഫുരണങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ സ്ഫുരണങ്ങളാൽ വാളിൻ്റെ അഗ്രത്തിൻ്റെ ആ പ്രഭാപ്രസരം, അതായത് സൂര്യ തേജസ് എന്നൊക്കെ പറയില്ലേ, അത് തന്നെ. ആ സ്ഫുരണം കൊണ്ട് ഖഡ്ഗപ്രഭാ നികരവിസ്ഫുരണൈ തഥോഗ്രൈഃ ശൂലാഗ്രകാന്തി നിവഹേന, ശൂലത്തിൻ്റെ അഗ്രത്തിൻ്റെ കാന്തി. ഇപ്പം വാളാകുമ്പോൾ വാളിങ്ങനെ ഓങ്ങുമ്പോൾ ആ വാളിൻ്റെ ആ മൂർച്ചയുള്ള ഭാഗം വെട്ടിത്തിളങ്ങും. ആ തിളക്കത്തെയാണ് ഇവിടെ ഉപമിച്ചിരിക്കുന്നത്. ഖഡ്ഗപ്രഭാ നികരവിസ്ഫുരണൈ തഥാ ഉഗ്രൈഃ ഉഗ്രങ്ങളായ സൂര്യ തേജസ് പോലെ പ്രകാശിക്കുന്ന പ്രഭാപ്രസരണം കൊണ്ട്, വാളിൻ്റെ അഗ്രത്തിൻ്റെ പ്രഭാപ്രസുരം കൊണ്ട് ശൂലാഗ്ര കാന്തി നിവഹേന ദിശോസുരാണം. അത് തന്നെയല്ല, ശൂലത്തിൻ്റെ അഗ്രം, ശൂലത്തിൻ്റെ ആ അറ്റത്തിൻ്റെ കാന്തി എന്ന് പറഞ്ഞാൽ ശോഭ, അതിൻ്റെ കൂട്ടത്താൽ, അതാണ് ശൂലാഗ്രകാന്തി നിവഹേന. നിവഹം കൂട്ടമാണ്. അപ്പം ആ ശൂലത്തിൻ്റെ അഗ്രത്തിൻ്റെ കാന്തി കൊണ്ട്, അതിൻ്റെ ആ ശോഭയാൽ ദൃശ അസുരാണാം, ദൃശക കണ്ണാണ്,
ദിശോ കണ്ണുകൾ. അസുരാണ് അസുരന്മാരുടെ. യത് ആഗത എന്നാഗത വിലയം അംശുമതി അല്ലെങ്കിൽ അംശുമത് ഇന്ദുകണ്ഠ യോഗ്യാനനം. വിലയം അംശുമതിന്ദുകണ്ഠ യോഗ്യാനനം തവ വിലോകയതാം തദേതത്. തദേതത് അതു തന്നെ എന്നർത്ഥം. തദേതത് അത് തന്നെ എന്ന് പറഞ്ഞാലോ, വാളിൻ്റെ മൂർച്ചയേറിയ ഭാഗത്തിൻ്റെ വിസ്ഫുരണത്തിൻ്റെ ശക്തി കൊണ്ടും ശൂലത്തിൻ്റെ അഗ്രത്തിൻ്റെ തിളക്കം കൊണ്ടുള്ള ശോഭ കൊണ്ടും അസുരന്മാരുടെ കണ്ണുകൾ. യത് ആഗത എന്നാഗത വിലയം അംശുമത് ഇന്ദുകണ്ഠ യോഗ്യാനനം. അപ്പോൾ ഈ ദേവിയുടെ ഇങ്ങനെയുള്ള തിളങ്ങുന്ന ആ കണ്ണുകളും ആ വാളിൻ്റെ ഇളക്കത്തിൽ നിന്നുണ്ടായ തിളക്കവും വാളിളക്കവും അതിൻ്റെ ആ കാന്തി വിസ്ഫുരണം കൊണ്ടും ത്രിശൂലത്തിൽ നിന്നുണ്ടായ പ്രഭാസ്ഫുരണം കൊണ്ടും അസുരന്മാരുടെ കണ്ണുകൾ പൊടിഞ്ഞുപോയില്ല. സാധാരണ എത്ര വലിയ ഭക്തരാണെങ്കിലും മരിക്കാൻ നേരത്തെങ്കിലും ദേവിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ അത് പറ്റുന്ന ഇതല്ല. എന്നിട്ടും എന്തു ചെയ്തു? എന്നാഗതാ വിലയം അംശം അതിന്ദുകണ്ഠ യോഗ്യാനനം തവ വിലോകയതാം തദേതത്. യുദ്ധഭൂമിയിൽ വാളിളക്കത്തിൽ നിന്നും ത്രിശൂലത്തിൽ നിന്നുണ്ടായ പ്രഭാസ്ഫുരണം കൊണ്ട് അസുരന്മാരുടെ കണ്ണുകൾ പൊടിഞ്ഞുപോയില്ല. അത്യന്തം സുഹൃതികൾക്ക് മാത്രം മരണകാലത്ത് സ്മരിക്കാൻ പോലും പ്രയാസമേറിയ ദേവിയുടെ പ്രഭാപൂരം നാലുപാടും വിതറുന്ന ചന്ദ്രകണ്ഠത്തോടുകൂടിയ ആ മുഖത്തെ കണ്ടുകൊണ്ട് മരിക്കുവാനുള്ള സന്ദർഭം നൽകിയതും ദേവിയുടെ കാരുണ്യം മാത്രമാണ്. അപ്പം ദേവി എന്താ വിചാരിച്ച, ഇവർ ചുമ്മാതെ അവരങ്ങനെ ദുഷ്ടത ചെയ്ത് തന്നെ മരിച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് മോക്ഷവും കിട്ടില്ല, അവർക്ക് ശാന്തിയും കിട്ടില്ല, ഒന്നുമില്ല. വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തുകൊണ്ട് അവർ നടക്കും. അതേസമയം ദേവി അവരോടുള്ള കാരുണ്യം കൊണ്ട് തൻ്റെ വാളിൻ്റെ അഗ്രവും അതുപോലെ ശൂലത്തിൻ്റെ അഗ്രമൊക്കെ തൻ്റെ തന്നെ ആയുധം കൊണ്ടാണ് ദേവി ഇത് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ആ ശൂലത്തിൻ്റെ അഗ്രത്തിൻ്റെ പ്രഭ കൊണ്ടും വാളിൻ്റെ അഗ്രത്തിൻ്റെ ആ പ്രസ്ഫുരണം കൊണ്ടും ഉഗ്രങ്ങളായ ഇത്. അപ്പോൾ അസുരന്മാരുടെ കണ്ണുകളെ കണ്ണുകൾ എന്തുകൊണ്ടാണ് പൊട്ടാതെ ഇരുന്നത്, അല്ലെങ്കിൽ കണ്ണ് പൊടിഞ്ഞു പോകാതെ ഇരുന്നതെന്ന്. തവ വിലോകയതാം തദേതത്. സാധാരണ ദേവി ഒന്ന് നോക്കിയാൽ ലോകം മുഴുവൻ ഭസ്മമാകും. എന്നിട്ടും ദേവി ഈ ദുഷ്ടന്മാരെ ഒന്നും ചെയ്തില്ല, ഭസ്മമൊന്നും ആക്കിയില്ല, തൻ്റെ ആയുധം കൊണ്ട് വധിച്ചു. അതെന്തുകൊണ്ടാണ് എന്ന്. അതായത് ഖഡ്ഗപ്രഭാ നികര വിസ്ഫുരണൈസ്തതോഗ്രൈഹി ശൂലാഗ്രകാന്തി നിവഹേന ദൃശോസുരാണാം എന്നാഗതാ വിലയം അംശുമതിന്ദുകണ്ഠ യോഗ്യാനനം തവൽ വിലോകയതാം തദേതത്. യുദ്ധഭൂമിയിൽ വാളിളക്കത്തിൽ നിന്നും ത്രിശൂലത്തിൻ്റെ അഗ്രത്തിൽ നിന്നും ഉണ്ടായ പ്രസ്ഫുരണം കൊണ്ട് അസുരന്മാരുടെ കണ്ണുകൾ പൊടിഞ്ഞുപോയില്ല. അത്യന്തം സുഹൃതികൾക്ക് മരണകാലത്ത് സ്മരിക്കാൻ പോലും പ്രയാസമേറിയ ദേവിയുടെ പ്രഭാപൂരം നാലുപാടും ചിതറുന്ന ചന്ദ്രകണ്ഠത്തോടുകൂടിയ മുഖാരവിന്ദത്തെ കണ്ടുകൊണ്ട്, അപ്പോൾ ദേവിയുടെ ആ മുഖത്തെയാണ് ഇവിടെ താമര പോലെയുള്ള മുഖമായിട്ട് ഉപമിച്ചിരിക്കുന്നു. ചന്ദ്രകണ്ഠത്തെ എന്നോട് ഉപമിച്ചിരിക്കുന്നു ദേവിയുടെ മുഖം. ആ മുഖം കണ്ടുകൊണ്ട് മരിക്കുവാനുള്ള സന്ദർഭം ദേവി ഉണ്ടാക്കിക്കൊടുത്തു. എന്തുകൊണ്ട്? കാരുണ്യം കൊണ്ട്. അപ്പം ദേവി കാരുണ്യവതിയാണ്. അത് ദേവിയുടെ കാരുണ്യം കൊണ്ടാണല്ലോ അവരുടെ കണ്ണ് പൊട്ടിപ്പോകാതെ അവർക്ക് ദേവിയുടെ മുഖം കാണാൻ പറ്റിയത് എന്ന്. അടുത്ത ശ്ലോകം.
ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തദവിചിന്യ അതുല്യമന്യൈകി. ദുർവൃത്തശമനം, ദുർവൃത്തി ചെയ്യുന്നവർ, ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരുടെ പ്രവൃത്തിയെ ഇല്ലാതെയാക്കുക, നശിപ്പിക്കുക എന്നതുള്ളതാണ് ദേവിയുടെ ശീലം. ദുഷ്ടന്മാരെ കൊല്ലുക എന്നുള്ളതാണ് ദേവിയുടെ ശീലം. രൂപമോ, രൂപം തഥാ ഏതത് അവിചിന്യം അതുല്യം അന്യൈഹി. അവിചിന്യം, ചിന്തിക്കാൻ പോലും സാധിക്കാത്തത്. അതുല്യം, തുല്യതയൊന്നുമില്ല, ഒന്നിനോടും തുലനം ചെയ്യാൻ പറ്റില്ല. അന്യൈഹി, അപ്പം ഇങ്ങനെ മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാർക്കും ഇങ്ങനെയൊന്നും സാധിക്കില്ല. അപ്പോൾ ദേവിയുടെ ശീലമാണെങ്കിൽ ദുഷ്ടന്മാരെ നശിപ്പിക്കുകയും രൂപമാണെങ്കിൽ ദേവി മറ്റുള്ളവരെ ഉപമിക്കാൻ പറ്റാത്തതും അതുല്യമായ അല്ലെങ്കിൽ ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത, മറ്റാർക്കും ഇല്ലാത്ത ആ രൂപവുമാണ് ദേവിയുടെ. വീര്യമാണെങ്കിൽ ഹന്ത്രു എന്ന് പറഞ്ഞാൽ കൊല്ലുക, ദുഷ്ടരെ കൊല്ലുക എന്നുള്ളതാണ് ദേവിയുടെ വീര്യം. ഹന്ത്രു എന്ന് പറഞ്ഞാൽ കൊല്ലുക. ദുഷ്ടന്മാരെ കൊല്ലുന്നതിൽ പോലും ദേവി കൃപ കാണിക്കുന്നു. ഹൃതദേവ പരാക്രമാണാം, ദേവന്മാർക്ക് വേണ്ടി ദേവി ആസുരന്മാരെയൊക്കെ കൊന്നില്ലേ, അതാണ്. അപ്പോൾ വൈരീഷോഭി, വൈരി എന്ന് പറയുന്ന ശത്രുക്കൾക്ക് പോലും ദേവി ഇത്തം പ്രകടിത ഏവ പ്രകടിതൈവ. അപ്പം ദേവിക്ക് ശത്രുക്കളോട് പോലും ദയ തോന്നുന്നു. ആ ദയ തോന്നിയിട്ട് എന്ത് ചെയ്യുന്നു ദേവി? ദുർവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈവ അവിചിന്യം അതുല്യമന്യൈകി. വീര്യം ജഹന്ത്രുഹൃതദേവപരാക്രമാണാം വൈരേഷ്വഭി പ്രകടിതൈവ ദയാ ത്വയേത്തം. ത്വയായിത്തമാണ് ത്വയേത്തമായി മാറിയത്. പിന്നെ പ്രകടിതൈഹി ഏവ പ്രകടിതൈവ വൈരിഷു അപി വൈരിഷ്വപി. ഹേ ദേവി, അവിടുത്തെ ശീലം ദുർവൃത്തന്മാരുടെ ദുരാചാരത്തെ ഇല്ലാതാക്കലാണ്. അന്യമായി ഒന്നിനോട് ഉപമിക്കാനില്ലാത്തതും മനസ്സുകൊണ്ട് സ്മരിക്കാൻ സാധ്യമല്ലാത്തതുമാണ് ദേവിയുടെ രൂപം. അപ്പോൾ ദേവന്മാരുടെ സർവപരാക്രമങ്ങളെയും നശിപ്പിച്ച അസുരന്മാരെ നിഗ്രഹിച്ച് സർവപ്രതാപത്തോടെ വർത്തിക്കുന്നതാണല്ലോ ദേവിയുടെ വീരമഹിമ. അപ്പം ദേവി അവിടുന്ന് ശത്രുക്കളിൽ പോലും ദയാവതിയായി പെരുമാറുന്നു. ശത്രുക്കളോട് പോലും ദയ തോന്നുന്നു ദേവിക്ക്. ദുർവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈതവിചിന്യം അതുല്യമന്യൈഹി. വീര്യം ജഹന്ത്രുഹൃതദേവപരാക്രമാണാം വൈരീഷ്വഭി പ്രകടിതൈവ ദയാ ത്വയേത്തം. അടുത്ത ശ്ലോകം. കേന ഉപമാ ഭവതു തേ അസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതിഹാരി കുത്ര. ചിത്തേ കൃപാ സമരനിഷ്ഠുരത ച ദൃഷ്ട ത്വയി ഏവ ദേവി വരദേ ഭുവനത്രയേപി. ഇവിടെ ദുർവൃത്തശമനം തവ ദേവി ശീലം. ദേവിയുടെ ശീലം എന്താണ്? ദുർവൃത്തന്മാരുടെ ദുരാചാരത്തെ നശിപ്പിക്കുക. അന്യമായി ഒന്നിനെയും ഉപമിക്കാനില്ലാത്തതും മനസ്സുകൊണ്ട് സ്മരിക്കാൻ സാധ്യമല്ലാത്തതുമായ അങ്ങയുടെ രൂപം, ദേവിയുടെ ആ രൂപം ദേവന്മാരുടെ സർവപരാക്രമങ്ങളെയും നശിപ്പിച്ചു. ദേവന്മാർക്ക് നന്മയുണ്ടാക്കി കൊടുത്ത് ഈസിയായിട്ട് നശിപ്പിച്ച് അസുരന്മാരെ നിഗ്രഹിച്ച് സർവപ്രതാപത്തോടെ വർത്തിക്കുന്നതാണല്ലോ ദേവിയുടെ വീര്യമഹിമ.
അല്ലയോ ദേവി, അവിടുന്ന് ശത്രുക്കളിൽ പോലും ദയാവതിയായി പെരുമാറുന്നു. ശത്രുക്കളോട് പോലും ദയ കാണിക്കുന്നു. അതുകൊണ്ടാണല്ലോ അവർ ആ ദുഷ്ടന്മാരെ അങ്ങനെ, വേണമെങ്കിൽ ദേവി ഒന്ന് നോക്കിയാൽ പോരായിരുന്നോ, അവർ ഭസ്മമായി പോകുമായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. എന്തു ചെയ്തു? തൻ്റെ ആയുധങ്ങൾ കൊണ്ടവരെ പരിശുദ്ധരാക്കിയിട്ടാണ് കൊന്നത്. അത്രയും ദയ ദേവി കാണിച്ചു എന്ന് ചുരുക്കം. അപ്പോൾ വൃത്തശമനം എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവർത്തികളെ നശിപ്പിക്കുന്നത്. തവ ദേവിശീലം, തൻ്റെ ദേവിയുടെ ശീലം അതാണ്. രൂപമാകട്ടെ തഥൈതത് അവിചിന്യമതുല്യമന്യേഹി. അപ്പം 20ാമത്തെ ശ്ലോകത്തിൽ ദുഷ്പ്രവർത്തി ചെയ്യുന്നവരെ ഇല്ലാതെയാക്കുന്ന ശീലമുള്ള ദേവി ശത്രുക്കളെ പോലും അവരോട് വൈരാഗ്യം കാണിക്കാതെ ദയോടുകൂടി പെരുമാറുന്നു എന്നർത്ഥം. ദുർവൃത്തശമനം തവദേവി ശീലം രൂപം തഥൈതവിചിന്യം അതുല്യമന്യൈഹി. തഥാ ഏതത്, അപ്രകാരം, അവിചിന്യം, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, അതുല്യം, അളക്കാൻ സാധിക്കാത്ത, തുല്യമായിട്ടെന്ന് പറയാൻ ഒന്നുമില്ല, അന്യൈഹി, മറ്റാർക്കും ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള ശീലങ്ങൾ. വീര്യം ച ഹന്ത്രു എന്ന് പറഞ്ഞാൽ കൊല്ലുക അല്ലേ, ദുഷ്ടന്മാരെ കൊല്ലുക എന്ന ആ വ്രതം ദേവി ഇപ്പോഴും എടുത്തിരിക്കുകയാണ്. അപ്പം ഹൃതദേവപരാക്രമാണ്. അപ്പം ദുഷ്ടന്മാരെ കൊല്ലുന്നതിൽ പോലും ദേവി തൻ്റെ വീര്യവും പരാക്രമവും കാണിക്കുന്നില്ല. അപ്പോൾ വൈരിഷു എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, വൈരികൾ, അവർക്ക് ത്വയാ യുദ്ധം ദയാപ്രകടിതൈവ, അവരോട് ശത്രുക്കളെ പോലും മിത്രമായി കണ്ട് അവരിൽ കാരുണ്യം ചൊരിയുന്നു ദേവി എന്ന് ചുരുക്കം. ദുർവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈവ അവിചിന്യമതുല്യമന്യൈഹി. വീര്യം ജഹന്തൃഹൃതദേവപരാക്രമാണാം വൈരീഷ്വഭിപ്രകടിതൈവ ദയാത്വയേത്തം. ഹേ ദേവി, അവിടുത്തെ ശീലം ദുർവൃത്തന്മാരോട് ദുരാചാരത്തെ ഇല്ലാതാക്കുന്നതുമാണ്. അന്യരായി ഒന്നിനോട് ഉപമിക്കാനില്ലാത്തതും മനസ്സുകൊണ്ട് സ്മരിക്കാൻ സാധ്യമല്ലാത്തതും ആണല്ലോ ദേവിയുടെ രൂപം. ദേവന്മാരുടെ സർവപരാക്രമങ്ങളെയും നശിപ്പിച്ച അസുരന്മാരെ നിഗ്രഹിച്ച് സർവപ്രതാപത്തോടെ വർത്തിക്കുന്നു. അടുത്ത ശ്ലോകം. കേനോപമ ഭവതു തേ അസ്യ, അമ്മയുടെ പരാക്രമങ്ങളെക്കുറിച്ച്. രൂപമാകട്ടെ, രൂപം ച ശത്രുഭയകാര്യതിഹാരി, അതായത് ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതും സമരനിഷ്ഠുരത ച ദുഷ്ട, അതായത് അല്ലയോ വരദയായ ദേവി, അവിടുത്തെ പരാക്രമത്തോട് ഉപമിക്കാൻ ഈ ലോകത്തിൽ ഞങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഒരിടത്ത് ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതും വേറൊരിടത്ത് ശത്രുക്കളുടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നതും ദേവി തന്നെയാണ്. അപ്പം ഹൃദയത്തിൽ കൃപയും യുദ്ധത്തിൽ നിഷ്ഠുരതയും ആണ് ഈ ലോകത്തിൻ്റെ മൂന്ന് ലോകങ്ങളിലും അവധിയിൽ മാത്രമേ അങ്ങനെയുള്ള ഞങ്ങൾ ഈ മൂന്ന് ലോകത്തിലും ഈ ഗുണങ്ങൾ കാണുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഗുണങ്ങൾ, അതായത് ഭക്തരിലൊക്കെ ദുഃഖത്തെ ഉണ്ടാക്കുന്നു,
എന്നിട്ടത് ഇല്ലാതെയാക്കുന്നു. അതുപോലെ ഭയത്തെ ഉണ്ടാക്കുന്നു, എന്നിട്ട് പിന്നെ ഇല്ലാതെയാക്കുന്നു. കേന എന്ന് പറഞ്ഞാൽ ആരാൽ, ഉപമ ഉപമിക്കാൻ, ഭവതു ആർക്ക് പറ്റും ദേവിയെ ഉപമിക്കാൻ, തേ അസ്യ അമ്മയുടെ, പരാക്രമത്തിൻ്റെ, ആ ദേവിയുടെ പരാക്രമം നമ്മൾ കണ്ടതാണ് അസുരന്മാരെ കൊല്ലുന്നതിൽ, അല്ലേ? രൂപം ച ശത്രുഭയകാര്യതികാരികുത്ര, രൂപമാകട്ടെ ശത്രുക്കൾക്ക് ഭയത്തെ ഉണ്ടാക്കുന്നതും, കുത്ര എന്ന് പറഞ്ഞാൽ എവിടെ, അല്ലെങ്കിൽ വേറൊരിടത്ത്, വേറെ എങ്ങും കാണാത്തതാണ് ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിത്തേ കൃപ സമരനിഷ്ഠുരതാജ ദൃഷ്ട, ചിത്തത്തിൽ മനസ്സിൽ കൃപ, കുത്ര എന്ന് പറഞ്ഞാൽ എവിടെ, വേറൊരിടത്ത് എന്നൊക്കെ അർത്ഥം. ചിത്തെ മനസ്സിൽ, കൃപ എന്ന് പറഞ്ഞാൽ ദയ തന്നെയാണ്. സമരനിഷ്ഠുരത, സമരത്തിൽ ഭയങ്കര നിഷ്ഠുരനാണ്. അതായത് സമരനിഷ്ഠുരതാജദിഷ്ട, ദേവി, അല്ലയോ വരതയായ ദേവി, അവിടുത്തെ പരാക്രമത്തോട് ഉപമിക്കാൻ ഈ ലോകത്തിൽ ഞങ്ങളൊന്നും തന്നെ കാണുന്നില്ല. ഒരിടത്ത് ശത്രുക്കളുടെ ഭയത്തെ ജനിപ്പിക്കുകയും വേറൊരിടത്ത് അവരുടെ ഭയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ സ്വഭാവം അങ്ങയിൽ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ, അല്ലേ? ഹൃദയത്തിൽ കൃപ നിറച്ചു വച്ചിരിക്കുന്നു, യുദ്ധത്തിലോ ധാർഷ്ട്യം നിറച്ചു വച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഈ ദേവി ഭവതിയിൽ മാത്രമേ ഞങ്ങൾ ഈ 3 ലോകത്തിലും ഈ ഗുണങ്ങളൊക്കെ കാണുന്നുള്ളൂ, വേറെ ഒരിടത്തും കാണാൻ സാധിച്ചിട്ടില്ല. കേന ഉപമ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതികാരികുത്ര, ചിത്തേ കൃപ സമരനിഷ്ഠുരതാ ച ദൃഷ്ട, ത്വയ്യേവ ദേവി വരദേ ഭുവനത്രയേവി. അതായത് വരദയായ അല്ലയോ ദേവി, അവിടുത്തെ പരാക്രമത്തോട് ഉപമിക്കാൻ ഈ ലോകത്തിൽ ഞങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. ഒരിടത്ത് ദേവി ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നു, വേറൊരിടത്ത് അവരുടെ ഭയത്തെ ഇല്ലാതെയാക്കുന്നു. അപ്പോൾ ദേവിയുടെ രൂപം എന്ത് രൂപമാണെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിൽ കൃപയും യുദ്ധത്തിൽ നിഷ്ഠുരതയും ദേവിയിൽ മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ, വേറെ എങ്ങും കാണാനില്ല. സമരനിഷ്ഠുരത എന്ന് പറഞ്ഞാൽ സമരത്തിലുള്ള ധാർഷ്ട്യം. ശത്രുക്കൾക്ക് ഭയത്തെ ചെയ്യുന്ന, വേറെ എങ്ങും കാണാനില്ലാത്ത ഈ ദയ ദേവിക്ക് മാത്രമേ ഉള്ളൂ എന്ന് ചുരുക്കം. അപ്പം ഇത് 3 കൂടി ഒന്നുകൂടെ വായിക്കാം. ഖഡ്ഗപ്രഭാനികര വിസ്ഫുരണ ഇസ്തോഗ്രൈഹി ശൂലാഗ്രകാന്തി നിവഹേന ദൃശോസുരാണാം എന്നാഗതാവിലയം. യത് ആഗതയാണ് എന്നാഗത, അതായത് ത പ്ലസ് ആ വന്നപ്പോൾ അത് ഇന്നായി മാറി. എന്നാഗതാവിലയം അംശും അതിന്ദു കണ്ട യോഗ്യാനനം തവ വിലോകയതാം തദേതത്. യോഗ്യമായ ആനനം, മുഖം, ദേവിയുടെ മുഖം എന്നർത്ഥം. വിലോകയത എന്ന് പറഞ്ഞാൽ കാണാൻ ഉള്ള ഭാഗ്യം. ദുർവൃത്തവൃത്തശമനം തവ ദേവി ശീലം രൂപം തഥൈതവിചിന്യമതുല്യമന്യൈഹി വീര്യം ച ഹന്തൃഹൃതദേവപരാക്രമാണാം വൈരീഷ്വപി പ്രകടിതൈവ ദയാ ത്വയേത്തം ത്വയാ ഇത്തം ത്വയേത്തം. കേനോപമാ ഭവതു തേസ്യ പരാക്രമസ്യ രൂപം ച ശത്രുഭയകാര്യതികാരികുത്ര, ചിത്തേ കൃപാ സമരനിഷ്ഠുരതാ ച ദൃഷ്ട, ത്വയേവ ദേവി വരദേ ഭുവനത്രയേവി. അടുത്ത ശ്ലോകങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. അമ്മേ നാരായണ. സകലം ശ്രീ ദുർഗാർപ്പണമസ്തു. ഓം അപരാധ സഹസ്രാണി
ക്രിയന്തേ ഹർനിശമ്മയാ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി ആവാഹനം ന ജാനാമി